ചെയ്ത സുധാകരേട്ടനും ഞങ്ങളെ ഗ്രേറ്റ് മെന്റർ ബേണി സാറിനും ഇപ്പൊ ശ്രീജ പ്രദീപിന് നിലനിൽപ്പുണ്ടെങ്കിൽ ഒറ്റയ്ക്കുള്ള പോരാട്ടമല്ല, നമ്മളൊരു ടീമാ. ഈ ഒരു ടീമിന്റെ ഒരു കൂടി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ്. അപ്പൊ എന്തായാലും എന്നെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത ശോഭച്ചില്ലേ, പാടി അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി, നല്ല നീളത്തിൽ പാടി ശോഭ. എനിക്ക് ഞാൻ നന്ദി പറയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗിലായിരുന്നു. കാരണം ഒരു തുണിക്കട, എല്ലാവർക്കും എന്റെ ഹിസ്റ്ററി അറിയാത്ത ആരുമില്ല. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ കൊണ്ടിരിക്കുമാണ് ഈ ഒരു അവസരം, മഹത്തായ അവസരം കയ്യിൽ കിട്ടുന്നത്. പക്ഷെ ആരെയും പോലെ ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു എന്താ പറയാ ഒരു ഇതാണ്, സ്റ്റാർട്ടിങ് ട്രബിളിലെ ബിസിനസ് ചെയ്യണോ, വിജയിക്കോ, അങ്ങനെ ഒരുപാട് മൈൻഡ് ബ്ലോക്ക് ആണ് ഇപ്പൊ എല്ലാവർക്കും. അതാണ് നമ്മൾ ഇങ്ങനെ സ്ലോലി ഇങ്ങനെ പോകുന്നത്. അതേപോലെ തന്നെ ഒരു 1.5 വർഷം വരെ ഞാൻ ഈ ഒരു ബിസിനസ്സിന് ചെയ്യാൻ സമ്മതിക്കാൻ എന്റെ ഹസ്ബൻഡിനെ പിടിച്ചു നിർത്തിയ ഒരു വ്യക്തിയാണ്. 2015 മാർച്ച് 17 എന്റെ ഐഡിയ ഇട്ടിട്ടായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഈ ഒരു ബിസിനസ് ചെയ്യാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ 1.5 വർഷം ഈ ഒരു ബിസിനസ്സിന് തടഞ്ഞു നിർത്തി. പക്ഷെ എന്റെ വാക്കുകളൊക്കെ കേൾക്കാതെ എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്, ഒരു കിഡ്നി പേഷ്യന്റ്, ആളെ സഹായിക്കാൻ മാത്രം ബിസിനസ്സിലേക്ക് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിൽ കൂടി ഇത്രയും ലക്ഷങ്ങളോ കോടികളോ ഒന്നും വരുമാനം വാങ്ങാൻ പറ്റുമെന്ന് ഒന്നും ഒരു ധാരണയില്ല. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ വേണ്ടി ആ കിഡ്നി പേഷ്യന്റ് ആണ്, കുറച്ച് ഉൽപ്പന്നങ്ങൾ, കുറച്ച് സോപ്പും പേസ്റ്റും കുറച്ച് ചുവപ്പ് കുപ്പിയിൽ കുറച്ച് മരുന്നുകളും ഞങ്ങളെ ഷോപ്പിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞത്, ഒന്ന് വിറ്റ് തരണം ശ്രീജ, ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ കിട്ടും, 30 എനിക്ക് തന്നാൽ മതി, 20 നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞു കണ്ട് ഞങ്ങളെ ഷോപ്പിൽ കൊണ്ടുവച്ചതാണ്. ഈ പ്രോഡക്റ്റ് എല്ലാം കൂടി കണ്ടപ്പം സോപ്പും പേസ്റ്റും ഓക്കെ കുഴപ്പമില്ല, എന്നാലും ഈ മരുന്നുകളൊക്കെ പറയണം. ഞാൻ പറഞ്ഞ സുധാരേട്ടൻ കുറെ മരുന്നൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റോളി എന്ന്. പക്ഷെ എനിക്ക് ഒരാളെ മുഖത്ത് നോക്കി ഞാൻ അങ്ങനെ നോ പറയില്ല. പക്ഷെ ഹസ്ബൻഡ് വന്നപ്പോൾ ഞാൻ നല്ലോണം കൊടുത്ത്, ഈ ബിസിനസ് ഞാൻ ചെയ്യാൻ സമ്മതിക്കും നിങ്ങൾ വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ അത് മരുന്നുകളാണ്, ഉള്ളിലേക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിമ്പക്കാവില്ല. അല്ലെ തന്നെ ഒരുപാട് കടബാധ്യത ഉണ്ട്. തുണി ഷോപ്പ് നടത്തിയിട്ട് 7.5 വർഷം ഞങ്ങൾ ആ ഷോപ്പ് കൊണ്ടു നടന്നതിന്റെ ഫലമായിട്ട് 10-13 ലക്ഷം കടം വന്നിട്ടുണ്ട്. ഓരോ സീസൺ വരുമ്പോൾ തുണി ഇറക്കും, പക്ഷെ അത് ഫാഷൻ പോകുമ്പോൾ ഔട്ടാവും. അങ്ങനെ അങ്ങനെ കെട്ടിക്കിടന്ന് കുറെ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നഷ്ടമായാലും കഷ്ടമായാലും ഒക്കെ നമ്മൾ തന്നെ സഹിക്കണം, വേറെ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അങ്ങനെ 7 വർഷം കഴിയാൻ പോകുന്ന സമയത്തും ഞാൻ കട അടയ്ക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. നാളുകളിലേക്ക് ഒരു പ്രതീക്ഷ, അത് രക്ഷപ്പെടും, നാളുകളിൽ ബിസിനസ് ഡെവലപ്പ് ആകും, അല്ലെങ്കിൽ ബിസിനസ് താഴ്ച വളരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയി. പക്ഷെ അന്നപ്പൊക്കെ ഭവനി സാറ് ഷോപ്പിൽ വരും. ഒരു പിടിവള്ളി കിട്ടിയതാണ് ഞങ്ങളെ. ഒരു പ്രദീപൻ എന്ന് പറഞ്ഞ ഒരാള് ഒമ്പതിലുണ്ട്, അയാൾ എന്തെങ്കിലും ആക്കി ഇങ്ങോട്ട് ഈ ബിസിനസ് ചെയ്യുന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഭവനി സാർ. പക്ഷെ എന്നെ കുറേ ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ടു ഞാൻ ഈ ബിസിനസ്സിൽ വരൂല എന്നുള്ള മൂപ്പർക്ക് മനസ്സിലായി. അങ്ങനെയാണ് പുതിയേട്ടൻ പറഞ്ഞത്, എന്തായാലും വേണ്ടില്ല, ഒന്ന് കൊണ്ടുവന്ന് വിറ്റ് നോക്കട്ടെ ഞാൻ, കാരണം നിന്നോടാണ് പറഞ്ഞെങ്കിലും കൂടിയിട്ട് ഞാനത് വീടാന്തരം കൊണ്ട് നടക്കട്ടെ എന്ന് പറഞ്ഞ ഒരു കവറിലിട്ട്, ഒരു സൈക്കിള് പോലും ഇല്ല, വീടാന്തരം നടന്ന് വിൽക്കാൻ തയ്യാറായി. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് വീടാന്തരം നടന്ന് വിൽക്കേണ്ട ബിസിനസ് ആണോ? അങ്ങനെ ഒന്നുമല്ല. പക്ഷെ പൊതുവേട്ടന് മൈൻഡിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, സുധാകരൻ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് മാത്രം. ആ ഒരു സഹായിക്കാനുള്ള ഒരു മൈൻഡോട് കൂടി മാത്രമാണ് ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വൈകുന്നേരം വന്ന സമയത്ത് പണി കഴിഞ്ഞ് കൽപ്പണിക്ക് പോകും, 850 രൂപ കൂലി കിട്ടും. തേപ്പിനും പടവിനും കല്ല് കൊത്താനും എല്ലാ പണിക്കും, നാടൻ പണിക്കൊക്കെ പോകുന്ന ആളാണ്. പിന്നെ 3:30-ക്ക് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ ഷോപ്പിൽ വന്ന് നിൽക്കുക പതിവ്. അത് പിന്നെ രാത്രി വരെ പൊതിയാട്ടം ഷോപ്പിലുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പം പൊതിയാട്ടം പണി കഴിഞ്ഞ് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഈ പ്രൊഡക്റ്റും കൊണ്ട് ഓരോ വീടുകളിൽ കയറും. പക്ഷെ ചില വീട്ടിലെ ഗേറ്റിന്റെ അടുത്ത് പറയും ഇങ്ങോട്ട് കയറണ്ട നടക്കുക, സഞ്ചിയും കൊണ്ട് വരുന്ന കാണുമ്പോൾ എന്തോ തട്ടിപ്പാന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ആ സമയത്തും പുതിയേട്ടൻ മുന്നോട്ട് അങ്ങ് കടന്നു പോയിട്ട് ഒരു ബ്രോഷർ, അന്ന് 5 രൂപേന്റെ ഒരു ബ്രോഷർ ഉണ്ടായിരുന്നു, ആ ബ്രോഷറിലെ പേരും ഫോൺ നമ്പറും എഴുതി കൊടുത്തിട്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോളൂ, ഇപ്പൊ ഞാനൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്ന്. അങ്ങനെ പേസ്റ്റ് കൊടുത്തവരൊക്കെ വീണ്ടും വിളിക്കാൻ തുടങ്ങി, നല്ല പ്രൊഡക്റ്റ് ആണ്, നമ്മളതറിയാം, നമ്മളെ ഒരു പ്രാവശ്യം കൊടുക്കേണ്ട ബുദ്ധിമുട്ടേ നമ്മളെ പ്രൊഡക്റ്റ് ഉള്ളൂ, പിന്നെ പ്രൊഡക്റ്റ് സംസാരിക്കുന്ന പറയാറ്. പക്ഷെ അത് സംഭവിക്കാൻ തുടങ്ങി. ബ്രോഷറിൽ പേര് കൊടുത്ത ആളുകളൊക്കെ പ്രതിവട്ടം ഇങ്ങനെ അറ്റാക്കിന്റെ പ്രശ്നമുണ്ട്, പിന്നെ അതുപോലെ തന്നെ പൈൽസിന്, അങ്ങനെ ഓരോന്നിനും പൊതിയാട്ടം ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പൊതിയാട്ടം അത് ഓർഡർ പ്രകാരം എത്തിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നല്ലോണം റീറ്റെയിൽ ചെയ്യും, പക്ഷെ റീപർച്ചേസ് ചെയ്യുമോ ചോദിക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൈസന്റെ ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ
മൂന്ന് ആറുകൾ ശ്രദ്ധിക്കാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, റീറ്റെയിലും റീപർച്ചേസും റിക്രൂട്ട്മെന്റും ആണ് നമ്മളെ മൂന്ന് ആറുകൾ ഈ ഒരു ബിസിനസ്സിൽ. പക്ഷെ ഒരു ആറ് മാത്രം ഞങ്ങൾ ചെയ്യും, റീറ്റെയിൽ. നല്ലോണം റീറ്റെയിൽ ചെയ്യും ചേട്ടൻ. പക്ഷെ റീപർച്ചേസിന് വെള്ളിയാഴ്ച ഭവനി സാർ വിളിക്കുന്ന സമയത്ത് ഞങ്ങളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ വന്ന് കാര്യങ്ങളൊക്കെ പ്രതികരണം ബോധ്യപ്പെടുത്തി കൊടുത്ത്, പ്രതിവട്ടം ഇത് വെറും വിൽക്കലും വാങ്ങലും അല്ല, അതുവരെ എന്നെ മാത്രം ഫോക്കസ് ചെയ്ത ഭവനി സാർ പിറ്റേന്ന് കടയിൽ വന്ന് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഒന്നും കാണാത്ത എന്നോട് ചോദിച്ചു, ശ്രീജേച്ചി ഇതൊക്കെ എടുത്ത് വിറ്റോ എന്ന് ചോദിച്ചു. ഭയങ്കര സന്തോഷം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ല സാറേ വിറ്റത്, നിന്റെ ഹസ്ബൻഡാണെന്ന്. അന്നപ്പാണ് ഭവനി സാർ ശരിക്കും പറഞ്ഞാല് ഞെട്ടിപ്പോയത്. കാരണം വെച്ചാൽ സാറിന് ഒരു മുൻവിധി ഉണ്ടായിരുന്നു. ഹൃദയേട്ടൻ എന്ന് കാണുന്ന ആ രൂപമൊന്നും അല്ലായിരുന്നു. താടി മുടിയൊക്കെ നീട്ടി ഒരു ഭ്രാന്തൻ വേഷം. കാരണം വെച്ചാല് കടം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും എന്റെ സ്വൈര്യക്കേട് വേറെ, അങ്ങനെ എല്ലാ പ്രതീക്ഷകളും, ജീവിതം ഇനി ചോദ്യചിഹ്നത്തിന്റെ മുന്നിലാണ്. ജീവിക്കണോ മരിക്കണോ എന്നുള്ള ലെവലിലാണ് ജീവിതം തന്നെ. അപ്പൊ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ആ ഒരു വേഷത്തിലാണ് പ്രതികരണ നടത്തം. അപ്പൊ പ്രതികരണം ഇത് സാധിക്കൂല എന്ന് വിചാരിച്ച ആള് ഭവനി സാർ പിന്നെ എന്ത് ചെയ്തു, എന്നും രാവിലെ ഞങ്ങൾ ഷോപ്പിൽ വന്നിക്കുന്ന ആള് പിന്നെ മെല്ലെ പ്ലേറ്റ് മാറ്റി പ്രതികരണം പണി കഴിഞ്ഞ് വരുന്നവരെ കാത്തുനിന്ന്, എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഷോപ്പിൽ വരാൻ തുടങ്ങി. അപ്പൊ പ്രതികരണം എങ്ങനെങ്കിലും ബിസിനസ്സിൽ ഇറക്കണം എന്നുള്ള മൈൻഡോട് കൂടിയാണ് ഞാൻ ശ്രീജേച്ചിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് സാറിന് മനസ്സിലായി. അങ്ങനെ നല്ലോണം വിൽക്കുക വാങ്ങുക. അപ്പൊ സാറ് പറഞ്ഞു എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു പാത്രത്തിലും മുതൽ ഒരു പാത്രത്തിലും ഇട്ടേക്കണം. രണ്ടും കൂടി കലർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി നിങ്ങൾ അവിയൽ പരുവത്തിലാക്കിയാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഇങ്ങനെയാണ് ബിസിനസ്. എല്ലാ ആഴ്ചയും നമുക്ക് വരുമാനം വരണമെങ്കിലും നമ്മളെ റാങ്ക് ചേഞ്ച് ആവണമെങ്കിലും നമുക്ക് ബിസിനസ് കയറിയേ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ വിറ്റ് കിട്ടുന്ന സാധനം വീണ്ടും റീപർച്ചേസ് ചെയ്യണം എന്നാണ്. അങ്ങനെ പറഞ്ഞു തന്ന് ഒരു റൂബി റാങ്ക് വരെ ഇന്ന് കടന്നു വരുന്ന ആളുകളൊക്കെ പറയുന്ന ഒരേ ഒരു പല്ലവിയാണ്, എനിക്ക് ടീമില്ല എന്നല്ലേ. പക്ഷെ ഞങ്ങൾ റൂബി റാങ്കിലാണ് ടീമിനെ പറ്റി ചിന്തിച്ചത് പോലും. അന്നപ്പാണ് സാറ് പറയുന്നത്, ഇത് നമുക്ക് 3 ID ഉണ്ടാവില്ല, ആ 3 ID തന്നെയാണ് അപ്പുറം ഇപ്പുറം തന്നെ റീപർച്ചേസും റീറ്റെയിലും ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ് കൂടി വരുമാനം ഉണ്ടാക്കിയ ചെറിയ തോതിൽ ഒരു റൂബി റാങ്ക് വരെ ആയതും. നമുക്കറിയാം നമ്മളെ ബിസിനസ്സിലേക്ക് ആരും പരിചയപ്പെടുത്തി അല്ലെങ്കിൽ ഐഡിയ അടിച്ച് ആളെ ചേർത്തി കൊണ്ടുവരുന്ന പരിപാടിയെല്ലാം നമുക്കറിയാം. പക്ഷെ ആളെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നാളുകളിൽ നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് പാസീവ് ഇൻകം വരാനാണ് നമുക്ക് ടീം വേണം എന്ന് പറയുന്നത്. അല്ലാണ്ട് വരുമാനം നമുക്ക് 500 വരുമാനം വേണമെങ്കിൽ നമുക്ക് വിറ്റാലും വാങ്ങിയാലും മാത്രം മതി, എന്നാലും നമുക്ക് വരുമാനം. പക്ഷെ ഇതിങ്ങനെ സമയം പറഞ്ഞു കൊടുത്ത സമയത്ത് പ്രതികരണോട് വെച്ച് ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത് സാറെന്ന് വെച്ചാൽ, അപ്പൊ പറഞ്ഞു ഇതുവരെ പ്രതിവട്ടം എല്ലാവർക്കും റീറ്റെയിലാണ് കൊടുത്ത, ഒരു രൂപ പോലും കുറച്ച് കിട്ടില്ല. പക്ഷെ അവരൊക്കെ ID ശ്രീജേച്ചിന്, എന്റെ ID ആണ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്, ആ ശ്രീജേച്ചിന്റെ ID-യിലേക്ക് താഴേക്ക് അടിച്ചിട്ട് അവിടുന്ന് അവരെ കൊണ്ട് പർച്ചേസ് ചെയ്യിക്കണം എന്നാണ്. അന്നപ്പോ എനിക്ക് എന്താ ലാഭം എന്ന് വെച്ചാൽ, ഇതുവരെ ഞാൻ നല്ല റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടിയ ആള് ഒരു സുപ്രഭാതത്തില് അവർക്ക് അതേ ലെവലിൽ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ കിട്ടാന്ന് വെച്ചാൽ, അതെന്ന് പറഞ്ഞാൽ ഇതിൽ കൂടി ഒരു സെയിൽസ് ടേൺ ഓവർ ബോണസ് ഉണ്ട്. ആഴ്ചയിൽ കമ്പനി ഒരു വരുമാനം തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടും. അതിന് കൂടെ നിങ്ങൾക്ക് റീറ്റെയിൽ ചെയ്യാം, പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് റീറ്റെയിലും ചെയ്യാനാണ്. അങ്ങനെ റീറ്റെയിലും റീപർച്ചേസും കൂടിയായി. അതിന് കൂടെ റിക്രൂട്ട്മെന്റും കൂടി ആരംഭിക്കാൻ തുടങ്ങി. പ്രതികരണം എന്ത് കേട്ടാലും പോസിറ്റീവാ. കാരണം എന്തിനും പോസിറ്റീവായിട്ടേ കാണുള്ളൂ. പക്ഷെ ഞാനാണെങ്കിൽ നെഗറ്റീവിന്റെ എന്ത് കണ്ടാലും ഞാൻ ആദ്യം നെഗറ്റീവ് ചിന്തിക്കുകയേ ചെയ്യുള്ളൂ, എന്നിട്ടേ ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കാറുള്ളൂ. അങ്ങനെ അപ്പൊ എന്തായാലും ആ ഒരു പ്രതീക്ഷയാണല്ലോ നമുക്ക് ഉണ്ടാവുക. എപ്പോഴും വിഷമം വരുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് ചിന്താഗതിയെ നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ, പോസിറ്റീവ് ഒന്നും കടന്നു വരില്ല. അങ്ങനെ പോയി ആദ്യമായിട്ട് ഞങ്ങളൊരു സുനിൽ സാറിനെ, ഒരു കവചപ്രാവശ്യം മാത്രമാണ് സുനിൽ സാറിന് കൊടുത്തത്. പുതിയ ഒരു ഫ്രണ്ടാണ്. കുറേ തവണ അയാളെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു 35 പ്രാവശ്യമെങ്കിലും ആ ഒരു വീട്ടിൽ നടന്ന് പോയിട്ടുണ്ട്, സൈക്കിൾ പോലും ഇല്ല. ഇവിടെ എന്നോട് പറയും, സുനീനെ ഇറക്കി കൊണ്ടുവന്നാൽ നല്ല കാര്യം, നല്ലോണം കവചപ്രാവശ്യം വിൽക്കുന്നുണ്ട്, പക്ഷെ ഓനൊന്ന് ഇറങ്ങി കിട്ടിയിട്ടുണ്ടാവും പൊളിക്കേന് ബിസിനസ് എന്ന് പറയും. ഞാൻ പറയും, ഓ വല്ലാതെ പൊളിക്കും, നിങ്ങൾക്ക് ഒരു നാണവും ഇല്ല, ഇത്രയും തവണ ഒരു വീട്ടിൽ ഇങ്ങനെ പോകുന്നത്, അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത പരിപാടി. ഒരാളെ വീട്ടിൽ ഇങ്ങനെ 100 തവണ പോവുക, അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരാം, അതൊക്കെ അതും ഞാൻ നെഗറ്റീവായിട്ടാട്ടോ കാണുന്നത്. പക്ഷെ പുതിയേട്ടനോട് പറഞ്ഞ എന്തായാലും സുനിയെ എനിക്ക് ഇറക്കി കൊണ്ടുവന്നെ. പുതിയേട്ടൻ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും മൂപ്പർക്ക് മനസ്സിലായില്ല. അങ്ങനെ ഭവാനി സാറിന് എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിച്ച്, സാറേ ഇങ്ങനെ ഒരാളുണ്ട്, നല്ലോണം കവചപ്രാവശ്യം വിൽക്കുന്ന ആളാണ്, പക്ഷെ മൂപ്പര് ബിസിനസ്സിലേക്ക് വരില്ല എന്ന് പറയുന്നുണ്ട്. ഓൻ വന്നാൽ നല്ല കുറെ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ഭവാനി സാറ് പ്ലാന് പറഞ്ഞു കൊടുത്ത സമയത്ത് മൂപ്പർക്ക് അത് ക്ലിക്കായി. ഇങ്ങനെയാണോ പ്രതിവേട്ടൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പ്രതിവേട്ടൻ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല തന്നെ. അപ്പൊ അന്നപ്പോ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ കൂടെ ബിസിനസ്സിന് വരാത്ത ആളുകൾ ഉണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത പ്ലാന് അവർക്ക് മനസ്സിലാവാത്തതാണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ അപ്ലൈനിങ് കൂട്ടി ആ വീട്ടിലൊന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ അവര് ബിസിനസ്സിലേക്ക് ഇറങ്ങി വരും.
അങ്ങനെ GTS എത്തിക്കാൻ തുടങ്ങി. നളന്ദ GTSിലേക്ക് ഒറ്റയ്ക്ക് എത്രയോ തവണ പൊതുവേട്ടൻ പോയിരുന്നുണ്ട്. മെല്ലി സാറ് ചോദിക്കും, പ്രതിവേട്ടൻ ഒന്നും ആരും ഇല്ലല്ലേ, ഒന്നും ആരും ഇല്ലല്ലേ എന്ന് ചോദിക്കും. എല്ലാ പ്രാവശ്യം നമ്മളിപ്പോ എന്താ പറയാ, എന്റെ കൂടെ വരാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോലും നളന്ദയിൽ പോവില്ല. അതൊരിക്കലും ചെയ്യാൻ പാടില്ല, അതൊക്കെ ശുദ്ധ മണ്ടത്തരം. അതൊക്കെ വന്നോളൂ, നമ്മൾ അവിടെ ഉണ്ട് കണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഒരു ഗ്രൂപ്പിലൊക്കെ ഇട്ടാല് ഞാൻ പോയില്ലെങ്കിലും അവര് പോകുന്നുണ്ടെന്നാ തോന്നുന്നു, അപ്പൊ നാളുകളിൽ അവർ വരും. അങ്ങനെ സുനിയേട്ടനെ അവിടെ എത്തിച്ച സമയത്ത് സംഭവിച്ചത് എന്താ വെച്ചാല്, പിന്നെ സുനിയേട്ടനോട് പറഞ്ഞ് ഞങ്ങൾ ചെയ്ത അതേ ഡ്യൂപ്ലിക്കേഷൻ സുനിയേട്ടനോടും പറഞ്ഞു, സുനിയേട്ടാ നിങ്ങളെ കൂടെ വരുന്ന ആളുകളെ നിങ്ങൾ GTSന് എത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടാക്കാൻ പറ്റുന്നു. അങ്ങനെ സുനിയേട്ടൻ എന്നെ സ്കൂൾ കുട്ടികളുടെ വണ്ടിയുടെ ഡ്രൈവറാണ്. മൂപ്പര് എന്ത് ചെയ്ത് ഒരു സുമോ ഒരു 10-15 ആളെയും കൂട്ടിയിട്ട് പിന്നെ ഓരോരോ GTSനും വരിക. ഞങ്ങൾക്ക് പിന്നെ പണി കുറഞ്ഞു. കാരണം വെച്ചാൽ അവര് നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും ലെവലായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എനർജറ്റിക് ചെയ്യാൻ തുടങ്ങി. ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആ ഒരു കവചപ്രാശം കൊടുത്ത ആളാണ് എനിക്ക് 2.25 കോടിന്റെ ബിസിനസ് ഓർഗനൈസേഷൻ മണ്ണിൽ ഞങ്ങൾ എന്നെ സ്വന്തം കൊണ്ടുവന്ന ആളാണ്. അവരെ എത്രയും ബിസിനസ് നമുക്ക് ഈ ഒരു മൈലേജ് സ്റ്റൈൽ കൂടി എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത അതേപോലെ തന്നെ ഓർഗനൈസേഷൻ 2ലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ കൂടെ 2 പേര് വന്നാൽ മതി എന്ന് എപ്പോഴും പറയാറുണ്ടല്ലേ, ആ 2 പേര് നോക്കിയിട്ടെല്ലാം നമ്മൾ ഇരിക്കേണ്ടി സത്യം പറഞ്ഞാല്. അങ്ങനെ അപ്പുറ ഭാഗത്തേക്ക് ശങ്കരൻ എന്ന് പറഞ്ഞ ഒരാൾ വന്ന് അവരെ വൈഫിന് ക്യാൻസർ രോഗം നമ്മളെ 95 മാറിയപ്പോ ആ ഒരു പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ടാണ് അവരും ഈ ഒരു ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോ അവരും എനിക്ക് ഏകദേശം ഒരു 2.5 കോടിന്റെ അടുത്ത് ആയിട്ടില്ല, 2.5 കോടി ആയിട്ടില്ല, 2.5 കോടിന്റെ അടുത്ത് ബിസിനസ് ഓർഗനൈസേഷൻ 2ലും ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ചെറിയൊരു ടീമായി വരുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് പോസിറ്റീവ് ആവാൻ കാരണം. ചെറിയൊരു ടീം വർക്ക് അവിടെ നടത്താൻ തുടങ്ങിയ സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് 500ഉം 1000ഉം ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വരുമാനങ്ങൾ വരാൻ തുടങ്ങി. അതുവരെ സീറോ ബാലൻസ് ആയിരുന്ന കനറ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങിയപ്പോ ഞാൻ വെച്ചു ഇതെന്താ സംഭവം എന്ന് വെച്ച്. അതുവരെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ബിസിനസ് എന്താണ്, പൊതുവേട്ടൻ പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പോയ വഴിക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെറുതെ വിട്ടച്ചതാ. ഞാൻ പിന്നെ ആ ഭാഗയെ ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പൊ വരുമാനം വന്നപ്പോ ഞാൻ ചോദിച്ചത് എന്താ നിന്റെ അക്കൗണ്ടിൽ ഇങ്ങനെ വരുമാനം വരാൻ കാരണം എന്നപ്പോ എന്നോട് പറഞ്ഞ നീയല്ലേ ശ്രദ്ധിക്കാത്ത, ഞാൻ ചെറിയൊരു ടീമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇതിൽ കൂടി ആ ടീം വർക്ക് എന്റെ ഐഡി ഒരു തെറ്റേ സുധാകരൻ ചെയ്തുള്ളൂ പറഞ്ഞു. സുധാരേട്ടൻ എന്നെ കണ്ടിട്ടുള്ളത് എന്നെ കണ്ടിട്ട് മാത്രമാണ് ഈ ബിസിനസ്സിൽ ID തന്നെ. അങ്ങനെ എന്തായാലും എല്ലാം ഒരുപാട് സ്വപ്നങ്ങളായിട്ടായിരുന്നു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കിയപ്പോ ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത സമയത്ത് അതൊക്കെ ഒരു മുറിയിലിട്ട്, എന്റെ സ്വപ്നങ്ങളൊക്കെ ഒരു മുറിയിലിട്ട് പൂട്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാത്രമായിട്ട് മുന്നോട്ട് നിന്ന സമയത്ത് അവനി സാറിനോട് പറഞ്ഞ, ശ്രീചേച്ചിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം, ഞങ്ങളെ സാറിന് ചില പ്രത്യേക ഒരു കണ്ണ, എന്തും ഉള്ളിലില്ല നമ്മുടെ ഉള്ളിലൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അതുകൊണ്ട് എന്നോട് പറഞ്ഞ നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് മുറിയിലിട്ട് പൂട്ടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സ്വപ്നങ്ങൾ എടുക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് ക്യാഷ് വേണം. കാരണം എനിക്ക് ചെറിയ സ്വപ്നമൊന്നുമല്ല, വലിയ വലിയ സ്വപ്നങ്ങളാണ്. വലിയ ഒരു ഗതിയില്ലാത്ത ഞാൻ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ വലിയ ബംഗ്ലാവൊക്കെ കാണുമ്പോൾ ഞാൻ പറയും അയ്യോ അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, വെറുതെ ചിന്തിക്കുന്ന സ്വപ്നം, അങ്ങനെയുള്ള സ്വപ്നങ്ങളായിരുന്നു വലിയ വലിയ വീടൊക്കെ കാണുമ്പോൾ. അപ്പൊ എനിക്ക് ഇത്രയും വലിയ സ്വപ്നങ്ങളൊക്കെ എന്തിനാ എനിക്ക് തന്നതെന്ന് ഞാൻ ഇങ്ങനെ വെറുതെ ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അപ്പൊക്ക് മനസ്സിലായി നമുക്ക് ഇങ്ങനെ ഒരു അവസരം ദൈവം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഏറ്റെടുത്ത് ചെയ്യുന്നവർക്ക് അത് നേടാൻ പറ്റുള്ളൂ എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ എന്റെ ഒരു ആഗ്രഹം, ഒരു വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. ആ വണ്ടി എടുത്ത് ഒരാഴ്ച കൊണ്ട് എങ്ങനെയായാലും EMI ഒരു 2600 രൂപേന്റെ അടുത്താണ് EMI വരിക. ആ ഒരു EMI 4000 രൂപ ഏകദേശം ഞങ്ങൾക്ക് മാസ വരുമാനം വരുന്നുണ്ട് ഇതിൽ കൂടി. ആഴ്ചയിലും മാസത്തിൽ കൂട്ടിച്ച ഒരു 4000 രൂപേന്റെ അടുത്ത് വരുമാനം ടീം വർക്ക് കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ അത് വണ്ടി എടുത്ത് ഒരാഴ്ച കൊണ്ട് ആ വണ്ടി ആക്സിഡന്റ് പറ്റി ഹസ്ബൻഡിന് 8 മാസം കിടക്കേണ്ടി വന്നു. സത്യം പറഞ്ഞാല് ഞാൻ പേടിച്ചു പോയൊരു സമയം. കാരണം ഒരു ഭാഗത്ത് ഒരുപാട് കടവും മറുഭാഗത്ത് ഗൃഹനാഥൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ പണിക്ക് പോകാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങൾ ഷോപ്പാണെങ്കിൽ പൂട്ടിയിടേണ്ട അവസ്ഥയും വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഷോപ്പ് അടച്ചിട്ട് ഒരു വരുമാനം, ഒരു 10 റുപ്യേന്റെ വരുമാനം വരാനില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്ന അടുത്ത ആഴ്ച എന്റെ അക്കൗണ്ടിലേക്ക് 1500 രൂപ വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഒരാഴ്ചയായിട്ടും ഈ ഇൻകം മുടങ്ങുന്നില്ലല്ലോ പതിയേട്ടാ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് അവര് സുനിയും ശിവേട്ടനും ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അതിനുള്ള കാര്യങ്ങൾ നമ്മളെ ഭവാനി സാർ നമ്മളെ കൂടെ ഉണ്ട്, ഞാൻ കടന്നു പോയാലും ഭവാനി സാർ നമ്മളെ ടീമിനെയും കൊണ്ടുപോകുന്നു പറഞ്ഞു. അങ്ങനെ എല്ലാ ആഴ്ചയും 500 മുതൽ 15,000 വരെ ഈ 8 മാസം കടന്ന സമയത്തും ഒരാഴ്ച പോലും വരുമാനം മുടങ്ങാതെ TC റാങ്കിൽ ആക്സിഡന്റ് പറ്റി ഞങ്ങൾ പിന്നെ എഴുന്നേൽക്കുന്നത് നളന്തയിൽ കയറുന്നത് DTC റാങ്കിലാണ്. അത്രയും ബിസിനസ് ടീം കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ വീട്ടിലിരിക്കുക, റെസ്റ്റ് എടുക്കുക, ഞാൻ എന്റെ ഹസ്ബൻഡിനെ ശുശ്രൂഷിക്കുക. പക്ഷെ ഭവാനി സാർ വന്ന് എന്നോട് പറഞ്ഞു, ശ്രീചേച്ചി പ്രതിവട്ടം നല്ലൊരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുവള്ളി, ഫുള്ള് ലേഡീസ് ആണ്,
ശ്രീജി ഒന്ന് കണ്ടാ മതിയെന്ന്, ശ്രീജി ഇനിയെങ്കിലും ഒന്ന് അവിടേക്ക് വരണം എന്നാണ് എന്റെ കൈയും കാലും പിടിച്ച്. അപ്പൊ എനിക്ക് തോന്നി, ഈ വെറുതെ ഇരുന്നാലും വരുമാനം കിട്ടുന്ന മേഖല വേറെ എവിടെയില്ല. ഷോപ്പ് അടച്ചിട്ടിട്ട് അതില് ഈ ബിസിനസ് കൂടി കിട്ടിയ വരുമാനം എടുത്തിട്ടാണ് ഞാൻ അവിടെ കറണ്ട് ബില്ലും വാടകയും ഒക്കെ കൊടുത്തത്. അപ്പൊ എനിക്ക് തോന്നി ഇതിൽ കൂടി എന്തൊക്കെയോ കിട്ടാണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ സംഭവം സാറേ, എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, ശ്രദ്ധിച്ചിട്ടില്ല, എന്നോട് ഒന്നുമില്ല, ശ്രീജേച്ചി പ്രതിഭടനം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് എന്റെ കൂടെ വണ്ടിമേ പോന്നാൽ മതി, ഞാൻ പറഞ്ഞുതരാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ പുതിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞു പുതിയേട്ടൻ പറഞ്ഞു അതൊക്കെ നല്ലതിനാ സാറേ, കാരണം എന്താ വെച്ചാൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളടുത്തേക്ക് ആദ്യമായിട്ട് ഭവാനി സാർ കാണാൻ വന്നപ്പോൾ സാറ് പുതിയേട്ടൻ ചിരിച്ചുകൊണ്ട് പറയാം എല്ലാം നല്ലതിനാണ്. ഭവാനി സാറിന് എന്താ സാറേ പറയുന്നത്, കാരണം എനിക്ക് ആകപ്പാടുള്ള ഒരാളെന്നെ കൊണ്ടെടുക്കാൻ പറ്റിയ ഒരാളെ ആ ആൾ ഇങ്ങനെ കടന്നു പോയിട്ടില്ല, അതെന്ത് ഇങ്ങനെ നല്ലതിനാവോന്ന് വെച്ച്. അപ്പൊ പുതിയേട്ടൻ അറിയാം ഞാൻ എന്തായാലും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നില്ല, കാരണം വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് വരുമാനം കിട്ടിക്കുന്നപ്പോൾ പഠിക്കാൻ തയ്യാറാവുന്നുള്ളൂ മനസ്സിലായി. അങ്ങനെ സാറിന്റെ കൂടെ പോയി ആദ്യമായിട്ട് ഞാൻ എന്റെ ATC റാങ്കിലെ ഞാൻ എന്റെ ടീമിനെ ആദ്യമായിട്ട്, കൊടുവള്ളി ടീമും ചേലന്നൂർ ടീമിനെ ആദ്യമായിട്ട് കാണുന്നു, ഒരു ഇനി ആദ്യമായിട്ട് കാണുന്നു കേട്ടോ. അത്രയും കാലം ഞാൻ ഉള്ളിൽ തന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങാതെ അങ്ങനെ പോയി പറഞ്ഞ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുമ്പോൾ സാറിനെ ഉന്തി പോയി പേരും പറയും, പേരും സ്ഥലവും പറയുന്നു പറഞ്ഞ കണ്ട് ഉന്തി പുറത്താക്കിയതാ. ആ ഉന്തി തള്ളി എന്റെ ആ ഒരു ഇത് കണ്ടിട്ടാണ് മാലതി മേഡം, ഇപ്പൊ എന്റെ STC എന്ന് പറഞ്ഞ റാങ്കിലുള്ള ലേഡി, ഇത് RT ഇനി ഒരു 8 ലക്ഷം ബിസിനസ്സും കൂടി എന്റെ RTCയിലേക്ക് വരിക മാലതി മേഡം. അപ്പൊ സ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ, എന്നത് കുടുംബശ്രീയിലുള്ള ഒരു ലേഡിയാണ്. അങ്ങനെയാണ് മുപ്പത്തി അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. 1 ലക്ഷത്തിന്റെ സ്റ്റോക്ക് എടുത്തുനിന്ന് സീരിയസ് ആയിട്ട് എന്റെ കൂടെ കടന്നു വന്ന് അങ്ങനെ പഠിക്കാൻ തയ്യാറ്. എല്ലാ ട്രെയിനിങ്ങും സാറിനോട് പറഞ്ഞെന്താ വെച്ചാല്, ശ്രീജേച്ചി സംസാരിക്കാനൊന്നും അറിയില്ല, ഒരാളോടും മിണ്ടാൻ അറിയില്ല, ഒരു ബസ് പോവുകയാണെങ്കിൽ പോലും ഞാൻ ഒരാളോടും മിണ്ടൂല, അടുത്തിരിക്കുന്നത് ആരാന്ന് പോലും നോക്കൂല. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ബിസിനസ് സംസാരിക്കണം, അത്രയും ആളുകളോട് സംസാരിക്കാനൊക്കെ എനിക്കൊന്നും അറിയില്ല. ഓരോ റാങ്ക് കയറുമ്പോൾ ഞാൻ നളന്തയിലെത്തുമ്പോൾ റാങ്ക് ചേഞ്ച് ആവരുതേ എന്ന് വിചാരിക്കില്ല, കാരണം നളന്ത സ്റ്റേജിൽ കയറുമ്പോൾ രണ്ട് കാലും മുട്ടിട്ട് വിറക്കേനി, അത്രയ്ക്കും പേടിയായിരുന്നു. പക്ഷെ ഇന്നിപ്പോ 10,000-കണക്കിന് ആളുകളെ മുന്നിലിരുന്ന് സംസാരിക്കാനുള്ള കപ്പാസിറ്റി കിട്ടിയത് ട്രെയിനിങ്ങും മീറ്റിങ്ങുകളും ഇവന്റുകളും മാത്രമാണുള്ളത് ഞാൻ 100% ഉറപ്പിച്ച് പറയാം. കാരണം എന്താ വെച്ചാൽ നമുക്ക് സംസാരിക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നോക്കി. ഞാൻ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്താ പറയുന്നത്. ഞാൻ ഇന്ന് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത് എല്ലാ ട്രെയിനിങ്, ഓരോ ലീഡേഴ്സിന്റെ അതൊരു ഡയറിയും പെന്നും എന്റെ കൂടെ ഉണ്ടാവും. എപ്പോഴും പറയാറില്ല, നമ്മൾ ഏതോ ഒരു ലീഡർ പറഞ്ഞ ഓർമ്മയുണ്ട്, സുദീർഘമായ ഓർമ്മശക്തിയേക്കാൾ നല്ലത് ഒരു ചെറിയ പേനയാണെന്ന്. പക്ഷെ നമ്മൾ വിചാരിക്കും മൈൻഡിൽ ഉണ്ടാവും നമ്മളെല്ലാ കാര്യങ്ങളും, പക്ഷെ അത് ഒന്നും ഉണ്ടാവില്ല. നമ്മൾക്ക് ഒരു ചെറിയൊരു ഡയറിയിൽ ആ ഒരു നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷം 5 വർഷം 10 വർഷം കഴിഞ്ഞാലും ആ ഡയറി, ഭവനി സാർ എപ്പോഴും പറയും ഗ്രന്ഥാന്നറിയും. ഞാൻ 2018 ഞാൻ സ്റ്റാർ ആയത് ഭവനി സാറിന്റെ ഡയറിയിൽ ഇന്നും കാണിച്ചിരുന്നു. ഞാൻ 2018 മെയ് 10-നാണ് ഞാൻ സ്റ്റാർ റാങ്കിൽ എത്തിയത്. ഇപ്പൊ 2024 നവംബർ 23-ന് ഞാൻ NTC ആയി. 2018 മെയ്യിൽ ഞാൻ സ്റ്റാർ ആണെങ്കിൽ 2014 നവംബറിൽ ഞാൻ NTC ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തേക്കാൻ നമുക്ക് നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ലീഡർമാര് പറഞ്ഞാലും അതൊക്കെ ഒരു പേനയിൽ ഡയറിയിലേക്ക് കുറിച്ച് വെക്കുക. നാളുകളിൽ നമ്മളൊരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പകർത്തി എടുക്കാണ്ടാവും. ഇപ്പൊ മുബീൻ സാറിനെ ആണെങ്കിലും കുറേ ട്രെയിനറെ കുറെ എക്സ്പീരിയൻസുകളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോയി. പക്ഷെ അന്നിപ്പം പ്രശ്നങ്ങളാണ്. അതിനും വേണം, ഒരു GTSന് പങ്കെടുക്കണമെങ്കിൽ 30 രൂപ വേണം, വൺ ഡേക്ക് പോകണമെങ്കിൽ 100 വേണം, പിന്നെ അല്ല 300 രൂപ വേണം. ഇവിടെ RTP ഒക്കെ പോകണമെങ്കിൽ 2500 3000 അത് വേറെയും കൊടുക്കണം. രണ്ടുപേരും പോകും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇതുവരെ ഡയറക്ട് സെല്ലിംഗ് എന്ന സംഭവം ജീവിതത്തിൽ കേട്ടിട്ടില്ല. അപ്പൊ അതിനെ പറ്റി പഠിക്കണമെങ്കിൽ രണ്ടാൾക്കും ഒരേപോലെ തന്നെ പഠിക്കണം. അങ്ങനെ രണ്ടാളും കൂടി ഫാമിലി ആയിട്ട് ഇറങ്ങിക്കൊണ്ടുണ്ടായ മാറ്റങ്ങൾ ഫാസ്റ്റ് ആയിട്ട് റാങ്ക് അച്ചീവ് ചെയ്യാൻ. നമ്മളിപ്പോ ഒരു വീട്ടിലേക്ക് പോയതിന് ഇപ്പൊ പ്രതിയേട്ടൻ സ്വന്തം പോകുന്നെങ്കിൽ കൊലായിൽ വരെ അവിടെയൊക്കെ പ്രവേശനം ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ലേഡിയും കൂടി, ഹസ്ബൻഡും വൈഫും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഫാമിലി ആയിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് പോയത് കൊണ്ട് തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കഴിവുകളും എനിക്ക് അത്യാവശ്യമുണ്ട്. ഫുള്ളായിട്ടൊന്നും പറയാൻ പറ്റില്ല. മെയിൽ അയക്കാനാണെങ്കിലും ID അടിക്കാനാണെങ്കിലും പോസ്റ്റർ ഉണ്ടാകാനാണെങ്കിലും അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കഴിവുകളും. പക്ഷെ പുതിയാണ് അതൊന്നും അറിയില്ല. ആളുകളെ പരിചയപ്പെടുത്താനും വലിയ സാർ പറയല്ലേ, എന്താ ഭ്രാന്തായിക്കളെ പോലെ ഓടി ബിസിനസ് പറയണമെന്ന്. കാരണം വെച്ചാൽ എല്ലാവരെ കണ്ടാലും കടിക്കണം എന്നാ അതിന്റെ അർത്ഥം. ഇനി ആരോട് ഇന്ന ആളാണ് വെച്ചാൽ അവരോട് പറയാതിരിക്കരുത്. നമ്മൾ പറയാത്ത കാരണത്താൽ അവർ വേറെ ഏതെങ്കിലും ടീമിലേക്ക് പോയിപ്പോണ്ടെങ്കിൽ നമുക്ക് നഷ്ടമല്ലേ.
പ്രതിയേട്ടൻ ആ പാത പ്രതിയേട്ടൻ പിന്തുടരും. കാരണം ഒരു മരിച്ച വീട്ടിൽ പോയാലും ശവം കണ്ടിറങ്ങിയ പിന്നെ മുറ്റത്തുനിന്ന് ബിസിനസ്സാ പറയാ. എന്നോട് പറയും പോയാലൊരു വാക്കല്ലേ. ഞാൻ പറയാം അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഒക്കെ മോശം നിർമ്മിനോടൊക്കെ പോയാലൊരു വാക്കല്ലേ, കിട്ടിയാൽ ആനയാണെന്ന്. അങ്ങനെ പറഞ്ഞു. പക്ഷെ അന്ന് പ്രതിയേട്ടൻ പറഞ്ഞ ആളുകളൊന്നും പ്രതിയേട്ടന്റെ കൂടെ അധികം ഒന്നും വന്നില്ല. കാരണം റോൾ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കൂടെ ഒരിക്കലും ഒരാൾ വരില്ല. അവിടുന്ന് വാങ്ങി ഇവിടെ കൊടുക്കും, ഇവിടുന്ന് വാങ്ങി അവിടെ കൊടുക്കും, അങ്ങനെ ഒരാൾ കൂടെ ഓന്റെ കൂടെ പോയാൽ രക്ഷപ്പെടില്ലായിരിക്കും. പക്ഷെ ഇന്ന് പ്രതിയേട്ടൻ അന്ന് പോയി പറഞ്ഞ ആളുകൾക്ക് ഇന്ന് ഇന്റെ കൊട്ടയിലേക്ക് തന്നെയാണ് വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം വെച്ചാല് അത് പ്രതിയേട്ടൻ ഒരു 5 വർഷം മുന്നേ ഞങ്ങളോട് പറഞ്ഞ ബിസിനസ് ആണല്ലോ, അയാൾ ഇപ്പോഴും ഉണ്ടോ ഇതിൽ എന്നാ ചോദിക്കുക. അയാൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതല്ല, അയാളെ ടീമിലേക്ക് തന്നെയാണ് നിങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു. അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമാട്ടോ. അങ്ങനെ ഓരോരോ ആളുകളും നമ്മളെ കൂടെ തന്നെ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും ബിസിനസ് പറയാം. ഇതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ എടുത്ത് പറയണം. ഇന്നിപ്പോ ഈ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെ കയ്യിലും സ്റ്റോക്ക് വേണം അല്ലെ. ഞാൻ പറഞ്ഞ 5 ലക്ഷം മുടക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ട്രഡീഷണൽ മാർക്കറ്റിംഗിലേക്ക് വന്നത്. പക്ഷെ എനിക്ക് അതിൽ കുറേ നഷ്ടങ്ങളായി. 1 രൂപ പോലും ലാഭം കിട്ടിയില്ല. അതൊക്കെ പോട്ടെ, പോയത് പോയി എന്നുള്ളത് കരുതാം. അപ്പൊ ഭവാനി സാർ പറയാം എത്രയും കടത്തിനുള്ളിൽ കൂടി സാർ പറയാം ശ്രീജേച്ചി ഒരു 55,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുക്കണം, എന്നാലേ നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നടക്കൂല സാറേ, കാരണം എന്താ വെച്ചാല് ഇനിയും കടാക്കി വെക്കാൻ എനിക്കാവില്ല. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തുണി ഷോപ്പിൽ കടം വാങ്ങുന്നുള്ളത് സത്യമാണ്, അത് എനിക്കറിയാം, നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്കറിയാം. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതിൽ 1 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും നിങ്ങൾക്ക് എടുത്ത് കളയേണ്ടി വരില്ല. തുണി നിങ്ങൾക്ക് കുറേ നഷ്ടം വന്ന് നിങ്ങൾ ലാഭത്തിന് വിൽക്കേണ്ടിയൊക്കെ അവസ്ഥ വന്ന്. പക്ഷെ ഇതിൽ നിങ്ങൾക്ക് കവചപ്രാവശ്യം പോകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പേസ്റ്റ് ആക്കി തരാനുള്ള ഇഷ്ടം പോലെ ലീഡേഴ്സ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലത്തെ ഒരു പ്രൊഡക്റ്റും എക്സ്പയറി മാത്രം നോക്കിയാൽ മതി, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയെടുക്കാം. പക്ഷെ പൈസ അങ്ങോട്ട് തിരിച്ചു തരില്ല എന്നേ ഉള്ളൂ തന്നെ. അങ്ങനെ പറഞ്ഞ് എന്നോട് പറഞ്ഞു പ്രതിയേട്ടനോട് പറഞ്ഞു എന്തായാലും വേണ്ടില്ല, നമുക്ക് വിജയിക്കാൻ പറ്റിയ ഒരു അവസരമില്ല, ഈ എന്ത് കുടുംബശ്രീന്ന് എനിക്ക് ഒരു പൈസ ലോൺ എടുത്തിട്ടുണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ എവിടെ നിന്നും കിട്ടാനില്ല. ലാസ്റ്റ് കുടുംബശ്രീന്ന് ഒരു 55,000 രൂപേന്റെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ആ 55,000 തുടങ്ങിയ ബിസിനസ് ആണ് ഇന്ന് ഏകദേശം 6.25 കോടി ബിസിനസ് എനിക്ക് ടീം വർക്ക് കൂടി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 35,000-നോ 25,000-നോ 55,000-നോ ഒക്കെ സ്റ്റോക്ക് എടുക്കും. പക്ഷെ ഇപ്പൊ ഉള്ള ലേഡീസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ കടം കൊടുത്തിട്ട് അതെല്ലാം തീർന്ന് ഇല്ലാതെ കടലിൽ കായം കലക്കിയ പോലെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഡൗൺ ആയിട്ട് അവിടെ ഇരിക്കും. ലീഡേഴ്സ് വന്ന് നോക്കുന്ന സമയത്ത് എന്താ പറയാ, സാറേ ഇതാ ഞാൻ മോളെ പണ്ടം പണയം വെച്ചിട്ടായിരുന്നു അപ്പൊ പ്രൊഡക്റ്റ് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്തിട്ടായിരുന്നത്, ലോൺ എടുത്താൽ പൈസ അടയ്ക്കാൻ പറ്റില്ല, പ്രൊഡക്റ്റ് നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം എന്താ പറയുക വിത്ത് തിന്നു എന്നുള്ള ലെവലിൽ ഒക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുക ചെയ്യാം. പക്ഷെ 1 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും നമ്മൾ കടം കൊടുക്കാൻ പാടില്ല. കടം കൊടുത്തു നമ്മൾ വിചാരിക്കും നമ്മൾ അത് ആ പ്രൊഡക്റ്റ് അവിടെ കൊടുത്തിട്ട് ഒരു അസുഖം മാറിയ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു, ഓർക്കൊരു ഇൻകം ഇറക്കി കൊടുത്തിട്ട് ഓർക്ക് വരുമാനം വന്ന ഒരു ബിസിനസ്സിലേക്ക് വരുന്നു. അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. അങ്ങനെ ഒരു ചിന്താഗതിയും പാടില്ല. അത് നമ്മൾ സ്വയം പൈസ എടുത്ത് നമ്മൾ സ്വയം ചെയ്ത ഉള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ 1 രൂപേന്റെ പ്രൊഡക്റ്റ് പോലും കടം കൊടുക്കാതെ നമ്മൾ എത്രയാണോ സ്റ്റോക്ക് എടുത്തത്, ഇന്ന് 55,000-നാണ് ഞങ്ങൾ എടുത്തെങ്കിൽ ഇന്ന് 15,000-ന് ഈ ആഴ്ച വിറ്റ് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ ഷോക്കേഴ്സിൽ 55,000-ന്റെ അവിടെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നാ പറയാ, അത് അവിടെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ളതാണ്. അത് നിങ്ങൾ എല്ലാ കാലവും ഒന്നും ചെയ്യണ്ട. ഒരു ATC റാങ്ക് വരെ ഞാൻ പറയാറുള്ളൂ കേട്ടോ. ഇപ്പോഴും വേണമെങ്കിൽ ഇപ്പം ഭവാനി സാറിന്റെ കയ്യിൽ 1,00,000-ന്റെ ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു 10,000-50,000 സ്റ്റോക്ക്. പക്ഷെ എല്ലാ കാലവും നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. ഇപ്പൊ ഒന്ന് ഞങ്ങൾക്ക് പുതിയേട്ടനാലും എന്തെങ്കിലും ഒരു സാധനം റീറ്റെയിൽ ചെയ്തിട്ടും കൂടി വരുള്ളൂ വൈകുന്നേരം. ആ ഒരു ഉള്ളിലുള്ള ഒരു ചിന്താഗതി ബല്ലി സാർ എത്രയോ തവണ പ്രതിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, പ്രതിയേട്ടൻ നല്ലോണം റീറ്റെയിൽ ചെയ്യുന്ന ആളല്ലേനു സാറെ, ഇപ്പൊ എനിക്ക് സമയം കിട്ടുന്നില്ല എന്നപ്പോ വെല്ലി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിവട്ട അണ്ണാ മൂത്താലും മരം കയറ്റം മറക്കാറില്ല എന്നുള്ള. കാരണം എന്താ വെച്ചാൽ റീറ്റെയിലിന്റെ ആശാൻ ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ളപ്പോ സാറ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പുതിയേട്ടൻ ബോധപൂർവ്വം ഒരു സോപ്പെന്നെങ്കിലും വിൽക്കാനുള്ള കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ റീറ്റെയിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ അത് ഏത് കാലത്തും നമ്മൾ ചെയ്തോണ്ട്, ഡയമണ്ട് ആയാലും നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ കിട്ടിയൊരു അവസരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തേ മതിയാവും. അങ്ങനെ തുടങ്ങി 55,000 തുടങ്ങിയ ബിസിനസ് ഇന്നിപ്പം കോടികൾ ബിസിനസ്സിലേക്ക് മാറി. ആ 3 ആറുകൾ നമ്മൾ സ്റ്റോക്ക് എടുത്താൽ റീറ്റെയിലും റീപർച്ചേസും റിക്രൂട്ട്മെന്റും 3 ശ്രദ്ധിക്കുക, നല്ലൊരു ടീം ഉണ്ടാക്കുക. അതിനുശേഷം ഒരു നമുക്കിപ്പം ബ്രോൺസ്, സിൽവർ, സ്റ്റാർ, റൂബി, കോർഡിനേറ്റർ, TC ഈ 6 റാങ്കുകളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പണി എന്ന് പറയുന്നത് ലേൺ ദ ബിസിനസ്സാണ്. ബിസിനസിനെ പറ്റി പഠിക്കണം. ഇപ്പൊ ഒന്നും അറിയില്ല, നമ്മൾ ഈ ബിസിനസ്സിൽ എന്താണ്, എങ്ങനെ, എന്തിന്, എങ്ങനെ
ആ 3 കാര്യങ്ങൾ നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡയറക്റ്റ് മാർക്കറ്റിങ്ങും വരച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് ഇത് എന്താന്നുള്ളത്. നമുക്കറിയാം പരസ്യക്കാരും ഇടനിലക്കാരും ഉള്ള ബിസിനസ്സാണ് ട്രഡീഷണൽ എന്നും ഡയറക്റ്റ് മാർക്കറ്റിംഗ് നേരിട്ടുള്ള കച്ചവടമാണെന്നുള്ള കാര്യങ്ങൾ നമ്മളെ ലീഡേഴ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത് എന്തിനാന്നുള്ളത് 1920 1 രൂപ മതിയായിരുന്നു എന്നുള്ള കണക്കില്ലേ, ആ കണക്കും അവിടെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു എന്താ പറയാ ആ കാര്യങ്ങൾ എന്തിനുള്ള, പിന്നെ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ആ പ്ലാനും, ആ 3 കാര്യങ്ങളും നമ്മൾ ഇതിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ബ്രോൺസ്, സ്റ്റാർ, സിൽവർ, റൂബി, അങ്ങനെ ആ TC റാങ്ക് വരെ നമുക്ക് ബിസിനസിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ഇന്നൊരു ATC, DTC, ZTC, STC ഈ 4 റാങ്കുകളിൽ ബിൽഡ് ടീമാണ്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യണം. ഈ ഒരു STC റാങ്കിൽ വരെ നമുക്ക് ടീമിനെ ബിൽഡ്, ഞാൻ ITCയോ ഞാൻ ഡയമണ്ട് ആകുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് ഒരു വിശ്വാസവും ഇല്ലാന്ന്. ഞാൻ പറയും ഇയാൾ എന്തൊരു ദുഷ്ടനാ. അത്രയും കാലം ഞാൻ STCയിൽ ഒരേ റാങ്കില് സാറിന്റെ കൂടെ നിന്നിട്ടുണ്ട്, ഞാൻ RTCയിൽ ഒരേ റാങ്കിൽ നിന്നിട്ടുണ്ട്, NTCയിൽ മാത്രം നിൽക്കാൻ പറ്റില്ല. അപ്പോഴേ സാറ് CTCയിലേക്ക് കടന്നുപോയി. ആ കൂടെ കട്ടയ്ക്ക് ഞാൻ ഓടുന്ന സമയത്ത് എന്നോട് പറയും ഞാൻ ITC ആകുമ്പോൾ എന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഒരു വിശ്വാസമില്ല, നിങ്ങൾ എപ്പോഴാണ് നിർത്തി പോകാന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലാണ് നമ്മളെ പഠിപ്പിച്ചത്. നമ്മളിപ്പം STCന്റെയോ ZTCന്റെയോ ATCന്റെയോ അണ്ടറിൽ കൂടി വരുന്ന ആളുകളെ കോണ്ടാക്ട്, ഇന്നലെ കടന്നു വന്ന ആളുകളെ കോണ്ടാക്ട് വരെ എന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെ ആ താഴെ തട്ടിലുള്ളവരെ ഒരു പിടുത്തം നമ്മളെ കയ്യിൽ ഉണ്ടാവണം. ഇന്നിപ്പോ എന്റെ മാലതീച്ചി നിർത്തിപ്പോയ STC RTCയിൽ വരിക, മാലതീച്ചി നിർത്തിപ്പോയാലും മാലതീച്ചിന്റെ ടീമിൽ കൂടി വന്ന ഒരു സ്റ്റാറിന്റെയും റൂബിന്റെയും ബ്രോൺസിന്റെയും ഒക്കെ നമ്പറും അവരെ ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവണം. അവരെ ടീമെല്ലാം വിചാരിച്ചിട്ട് പോവാതിരിക്കുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. നമ്മളെ ലീഡ് 2 ഭാഗവും ലെഫ്റ്റും റൈറ്റും നമ്മളെ തന്നെയാണ്. അത് മാത്രം ചിന്തിച്ചിട്ട് അവരെ ഒരു പിടുത്തം നമ്മുടെ കയ്യിലുണ്ടാകും. അന്നിപ്പോ ആര് നിർത്തിപ്പോയാലും നമ്മൾ എന്തായാലും നിർത്തൂല എന്നുള്ളത് ഉറപ്പിച്ച് വെച്ച തീരുമാനമല്ലേ. ഈ ബിസിനസ്സിൽ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നവരെ ഞാൻ നിർത്തിപ്പോയില്ല എന്നുള്ളൊരു തീരുമാനം. എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുന്നിൽ വന്നാലും ഈ ബിസിനസ് ഞാൻ നിർത്തിപ്പോയില്ല എന്നുള്ള പ്രതിജ്ഞ എപ്പോഴും എടുപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങളെ ഭവാനി സാറും. അതുകൊണ്ട് തന്നെ നിർത്തിപ്പോകാൻ തോന്നൂല. അങ്ങനെ ആ സമയത്ത് ഇതൊക്കെ നല്ല ലെവലിൽ ചെയ്യണം എന്നിട്ട് ഞങ്ങൾ പിന്നെ അത് ഒരു ഹോട്ടലിലേക്ക് മാറ്റിയതാ. അങ്ങനെ നമ്മളെ 2 ഭാഗത്തുള്ള ടീമിനെയും നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് ഏത് TC റാങ്ക്, ഞാൻ പറയാം റൂബി റാങ്ക് മുതൽ നിങ്ങളെ ലെഫ്റ്റും റൈറ്റും ഉള്ളവരെ കൂട്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഒരു കട്ടൻ ചായ ഒരു മിക്സ്ചറും കൊടുത്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളെ ലീഡർ ഇപ്പം വിബീഷ് സാർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് തരും. എനിക്ക് 2.5 ലക്ഷം ടാർഗറ്റ് തരിക ഭവാനി സാർ, ഒരാഴ്ചയിൽ 2.5 ലക്ഷം ബിസിനസ് ചെയ്യണം പറഞ്ഞിട്ട്. അയ്യോ 2.5 ലക്ഷം ഞാൻ എങ്ങനെ കൊണ്ടുവരും എന്ന് ഞാൻ കരഞ്ഞിരിക്കുകയല്ലേ ചെയ്യുക. ഞാൻ അതിന്റെ ടീമിനെ വിളിച്ചിട്ട് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഉറുമ്പിന് ലഡു ഇഷ്ടാന്ന് പറയും, പക്ഷെ ലഡു ഒന്നിച്ച് ഉറുമ്പിന്റെ തലയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലോ ഉറുമ്പ് ചത്തു. അപ്പൊ പക്ഷെ അത് പൊടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറുമ്പ് നല്ലോണം കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ ടീമിനെ വിളിച്ചു വരുത്തിയിട്ട് അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം നമ്മൾ ചെയ്യണം. അതാണ് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല മനോഭാവത്തോടുകൂടി ഇപ്പൊ ഭരിക്കാൻ പോവാ. ഞാൻ ഇപ്പൊ NTC ആണ്, ഞാൻ എന്റെ കൂടെ വന്ന് അവിടെ ഭരിക്കും.